ഹായ് വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. CSEB സിലബസ് പ്രകാരം അക്കൗണ്ടൻസി മോഡ്യൂൾ 7 കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ടോപ്പിക്സ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ്, ലിമിറ്റേഷൻ ഓഫ് എ ഗുഡ് കോസ്റ്റിംഗ് സിസ്റ്റം, ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, സങ്ക് കോസ്റ്റ്, ഡിഫറൻഷ്യൽ കോസ്റ്റ്, എലമെൻറ്റ്സ് കോസ്റ്റ്, ഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ്, ഓവർ ഹെഡ്സ്, നോൺ കോസ്റ്റ് എക്സ്പെൻസസ്, മാനേജ്മെൻറ്റ് റിപ്പോർട്ടിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, മെറ്റീരിയൽ, കൺട്രോൾ, ബിൻ കാർഡ്, സ്റ്റോഴ്സ് ലെഡ്ജർ, EOQ, മെത്തേഡ് ഓഫ് വാല്യൂയിങ് മെറ്റീരിയൽ ഇഷ്യൂസ്. ഇത്രയും കാര്യങ്ങളാണ് മോഡ്യൂൾ 7 ഉൾപ്പെട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ മോഡ്യൂൾ 8 എന്ന് പറയുന്നത് ലേബർ കോസ്റ്റാണ്. ടൈപ്സ് ഓഫ് ലേബർ സിസ്റ്റം ഓഫ് വേജ് പേയ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ മോഡ്യൂൾ 7 നിന്നും 8 നിന്നുമുള്ള 40 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻ നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ബാക്കി 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1 വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മൾ കോർപ്പറേഷൻ്റെയും ബാങ്കിങ്ങിൻ്റെയും അക്കൗണ്ടൻസിയുടെയും ആദ്യത്തെ 6 മോഡ്യൂളിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ഡാഷ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ റിമൈൻസ് കോൺസ്റ്റൻറ്റ് ഇൻ മാർജിനൽ കോസ്റ്റിംഗ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, വേരിയബിൾ കോസ്റ്റ് ആണ്. ഇതിൽ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ഈ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് വേരിയബിൾ ആണ്, നമ്മുടെ പ്രൊഡക്ഷൻ അനുസരിച്ചിട്ട് മാറുന്നതാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ച് മാറും. പക്ഷേ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ഇതുപോലെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫിക്സഡ് ആണ്. അത് വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ്റെ വോളിയത്തിനനുസരിച്ചിട്ട് മാറുന്നില്ല. പക്ഷേ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് വേരിയബിൾ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ. ആൻസർ ഓപ്ഷൻ എ ആണ്, വേരിയബിൾ കോസ്റ്റ്. ഇപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ നേരെ തിരിച്ച് ചോദിച്ചിരിക്കുന്നതാണ്. പ്രൊഡക്ഷൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? വേരിയബിൾ കോസ്റ്റ് ആണ്. പ്രൊഡക്ഷൻ്റെ വോളിയത്തിനനുസരിച്ചിട്ട് വേരിയബിൾ കോസ്റ്റ് മാറും, ചേഞ്ച് ആകും. അടുത്ത ക്വസ്റ്റ്യൻ, the amount of contribution in break-even sale is equal to. break-even പോയിന്റിൽ കോൺട്രിബ്യൂഷൻ എന്തിന് ഈക്വൽ ആകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഫിക്സഡ് കോസ്റ്റ് ആണ്. ഓക്കെ, ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്, അതെന്താണ്? പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആണ് അവിടെ വരുന്നത്. കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബിസിനസ്സിൽ പ്രോഫിറ്റോ ലോസോ ഇല്ലാത്ത ഒരു പോയിന്റിനെയാണ് നമ്മൾ ഈ ബ്രേക്ക് ഇവൺ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് പ്രോഫിറ്റ് അല്ലെങ്കിൽ സെയിൽസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെ ഒരു പോയിന്റാണ് ബ്രേക്ക് ഇവൺ പോയിന്റ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 0 ആയി പോകും. ഓക്കെ, അപ്പോൾ എന്താണ്? കോൺട്രിബ്യൂഷനും ഫിക്സഡ് കോസ്റ്റും എന്താണ്? ഈക്വൽ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ എന്താണ്? കോൺട്രിബ്യൂഷൻ എന്തിനാണ് ഈക്വൽ ആവുന്നത്? ഫിക്സഡ് കോസ്റ്റിനാണ് ഈക്വൽ ആവുന്നത് ബ്രേക്ക് ഇവൺ പോയിന്റിൽ. അടുത്ത ക്വസ്റ്റ്യൻ, അനാലിസിസ് ഓഫ് ഡീവിയേഷൻ ഫ്രം ആക്ച്വൽ ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഈസ് കോൾഡ്. ആൻസർ ഓപ്ഷൻ എ ആണ്, വേരിയൻസ് അനാലിസിസ് ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നത്. ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്
ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാനുള്ള ചെലവ് നമ്മൾ മുൻകൂട്ടി കണക്കാക്കുന്നു. ആ ചെലവിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആക്ച്വൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്ഷന് യഥാർത്ഥത്തിൽ ഉണ്ടാവുന്ന ചെലവ്, യഥാർത്ഥത്തിൽ അത് നടത്താനായിട്ട് വരുന്ന ചെലവിനെയാണ് നമ്മൾ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസസ് അതിനെ അനലൈസ് ചെയ്യുന്നതാണ് വേരിയൻസ് അനാലിസിസ്. ഓക്കെ, ഇതിന് മുമ്പേ നമ്മൾ പാർട്ട് 1 ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു. അതായത് ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാൾ കുറവാണെങ്കിൽ എന്തായിരിക്കും, അത് ഫേവറബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാളും കൂടുതലാവുകയാണെങ്കിൽ അതെന്താണ്, അൺഫേവറബിൾ ആയിരിക്കും. പാർട്ട് 1 നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഹെൽപ്സ് ഇൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, മേക്കിംഗ് മാനേജീരിയൽ ഡിസിഷൻസ്. അതിനാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കോസ്റ്റിംഗ് മെത്തേഡ് ഇൻ വിച്ച് ഫിക്സഡ് ഫാക്ടറി ഓവർഹെഡ്സ് ആർ ആഡഡ് ടു ഇൻവെൻ്ററി ഈസ്. ആൻസർ ഓപ്ഷൻ സി ആണ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. അതായത് ഫിക്സഡ് ഫാക്ടറി ഓവർഹെഡ്സ് ഇൻവെൻ്ററിയിലേക്ക് ആഡ് ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആണ്. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ അത് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചിലവുകളും നമ്മൾ എന്താണ്, മാനുഫാക്ചറിങ് കോസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ ഫിക്സഡ് ഫാക്ടറി ഓവർഹെഡ്സ്, അതായത് നമ്മുടെ ഫാക്ടറി വാടക, അങ്ങനെയുള്ളതെല്ലാം പ്രൊഡക്റ്റിൻ്റെ വിലയിലാണ് ഉൾപ്പെടുത്തുന്നത്. പ്രൊഡക്റ്റ് വിൽക്കാതെ സ്റ്റോക്കായിട്ടിരിക്കുന്നതാണ് ഇൻവെൻ്ററി. അപ്പോൾ ഈ ഫിക്സഡ് ഫാക്ടറി ഓവർഹെഡ്സ് ആ സ്റ്റോക്കിൻ്റെ വാല്യൂവിനോട് ചേർക്കും. അതാണ് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രൈം ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ പ്രൈം ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, കോസ്റ്റ് കൺട്രോൾ ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നതിനുള്ള ചെലവ് മുൻകൂട്ടി കണക്കാക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്, കോസ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കോൺട്രിബ്യൂഷൻ ഇൻ മാർജിനൽ കോസ്റ്റിംഗ് ഈക്വൽ ടു. ആൻസർ ഓപ്ഷൻ സി ആണ്, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. കോൺട്രിബ്യൂഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് എന്ത്, കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് സെല്ലിംഗ് പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് 200, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് 120, ഫിക്സഡ് കോസ്റ്റ് ഈസ് ₹3 lakh, വാട്ട് ഈസ് ദ ബ്രേക്ക് ഇവൻ പോയിന്റ്. ഇവിടെ ബ്രേക്ക് ഇവൻ പോയിന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രേക്ക് ഇവൻ പോയിന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് സെല്ലിംഗ് പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് ₹200, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ₹120 ആൻഡ് ഫിക്സഡ് കോസ്റ്റ് ഈസ് ₹3 lakh, വാട്ട് ഈസ് ബ്രേക്ക് ഇവൻ പോയിന്റ്. ഇവിടെ ബ്രേക്ക് ഇവൻ പോയിന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രേക്ക് ഇവൻ പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. അതാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്, 3 lakh ആണ് ഫിക്സഡ് കോസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 3 lakh ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്, 200, ₹200, 200 ആണ്. അപ്പോൾ 200 മൈനസ് എത്രയാണ്, വേരിയബിൾ കോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 120 ആണ്, മൈനസ് 120. അപ്പോൾ എന്താണ്, 3 lakh ഡിവൈഡഡ് ബൈ 80 എന്ന് വരും. അപ്പോൾ ആൻസർ 3750 ആണ് ആൻസർ വരുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, 3750 യൂണിറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ,
മാർജിനൽ കോസ്റ്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. മാർജിനൽ കോസ്റ്റിങ്ങിന് എന്താണ് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വേരിയബിൾ കോസ്റ്റിംഗ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇ ഒ ക്യു ഈസ് ദ ക്വാണ്ടിറ്റി ഫിക്സഡ് അറ്റ് ദ പോയിന്റ് വെയർ ദ ടോട്ടൽ കോസ്റ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാരിയിങ് ദ ഇൻവെൻ്ററി വിൽ ബി ഡാഷ്. എന്താണ് ഇ ഒ ക്യു? ഇ ഒ ക്യു എന്ന് പറയുമ്പോൾ അവിടെ അത് ഫിക്സ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് ടോട്ടൽ കോസ്റ്റും പിന്നെ കോസ്റ്റ് ഓഫ് ക്യാരിയിങ് ദ ഇൻവെൻ്ററി ക്യാരി ചെയ്യാനുള്ള കോസ്റ്റും എങ്ങനെയായിരിക്കണം? ആൻസർ ഓപ്ഷൻ സി ആണ്, മിനിമം ആയിരിക്കണം. ഒരു തവണ ഓർഡർ ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഇ ഒ ക്യു എന്നതുകൊണ്ട് പറയുന്നത്. ഇൻവെൻ്ററി കോസ്റ്റ്, ടോട്ടൽ ഇൻവെൻ്ററി കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇ ഒ ക്യു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഓർഡറിങ് കോസ്റ്റ്, നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ വരുന്ന ചിലവ്, അപ്പോൾ ഷിപ്പിങ്ങിനൊക്കെ ആയിട്ട് വരുന്ന അതൊക്കെ കുറയ്ക്കണം, അതെല്ലാം ഡിക്രീസ് ചെയ്യണം. പിന്നെ ക്യാരിയിങ് കോസ്റ്റ്, സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുമ്പോൾ വരുന്ന ചിലവുകൾ, അതാണ് ഈ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒ ക്യു കണ്ടുപിടിക്കേണ്ടത് ഇതെങ്ങനെയായിരിക്കണം? മിനിമം ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഈ ഒ ക്യു കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് √2CO ഡിവൈഡഡ് ബൈ I. ഇതിൽ സി എന്ന് പറയുന്നത് ആനുവൽ കൺസപ്ഷൻ ഓർ യൂസേജ് ഓഫ് മെറ്റീരിയൽ ആണ്. ഒ കോസ്റ്റ് ഓഫ് പ്ലേസിങ് വൺ ഓർഡർ. I ആനുവൽ ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് കോസ്റ്റ് കനോട്ട് ബി ഓൾട്ടറേറ്റഡ് ബൈ ലേറ്റർ ഡിസിഷൻസ് ആൻഡ് ആർ ഇറവലൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ആൻസർ ഓപ്ഷൻ എ ആണ്, സങ്ക് കോസ്റ്റ് ആണ്. അതായത് പിന്നീടുള്ള തീരുമാനങ്ങളിലൂടെ നമുക്ക് മാറ്റാൻ കഴിയാത്തതും ഡിസിഷൻ മേക്കിങ്ങിൽ ഇറവലൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള കോസ്റ്റാണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. അത് ഏത് കോസ്റ്റാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സങ്ക് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി സ്പെൻഡ് ചെയ്തിരിക്കുന്ന കോസ്റ്റുകളാണ്, ഓൾറെഡി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അതെന്താണ്, ഇനി നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. അത് ഫ്യൂച്ചർ ഡിസിഷൻ അത് യാതൊരു തലത്തിലും ഇൻഫ്ലുവൻസും ചെയ്യുന്നില്ല. അതാണ് പറയുന്നത് പിന്നീടുള്ള തീരുമാനങ്ങളിലൂടെ നമുക്ക് മാറ്റാൻ കഴിയാത്തതും ഡിസിഷൻ മേക്കിങ്ങിൽ ഇറവലൻറ്റുമായിട്ടുള്ള കോസ്റ്റാണ് സങ്ക് കോസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. വെയർ ദ വർക്ക് ഈസ് അണ്ടർടേക്കൺ ടു കസ്റ്റമേഴ്സ് റിക്വയർമെൻറ്റ്സ് ആൻഡ് ഈച്ച് ഓർഡർ ഈസ് ഓഫ് ഷോർട്ട് ഡ്യൂറേഷൻ, ഇറ്റ് ഈസ് കോൾഡ് ഡാഷ് കോസ്റ്റിംഗ്. കസ്റ്റമറുടെ റിക്വയർമെൻറ്റിന് അനുസരിച്ചിട്ടുള്ള വർക്ക്, അവിടെ എങ്ങനത്തെ കോസ്റ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ജോബ് കോസ്റ്റിംഗ് ആണ്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ പ്രിൻറ്റിംഗ് പ്രസ്, റിപ്പയർ ഷോപ്പ്, ഇൻറ്റീരിയൽ ഡെക്കറേറ്റേഴ്സ്, അവിടെ എല്ലാം ഏതാണ്? ജോബ് കോസ്റ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ കോസ്റ്റ് ഇൻക്വയർഡ് ആഫ്റ്റർ ക്ലോസിംഗ് ഡൗൺ ഓഫ് എ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻക്ലൂഡ്സ് ഓൺലി. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ക്ലോസ് ഡൗൺ ചെയ്തതിന് ശേഷവും ഉണ്ടാകുന്ന കോസ്റ്റ് ഏത് കോസ്റ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഫിക്സഡ് കോസ്റ്റ് ആണ്. അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ക്ലോസ് ചെയ്തു എന്നുകൊണ്ട് പറയുന്നത് എന്താണ്? ആ ഒരു ഓപ്പറേഷൻ, അവിടുത്തെ ഓപ്പറേഷൻ സീസ് ചെയ്തു എന്നാണ്, ഓപ്പറേഷൻ അവസാനിപ്പിച്ചു. അപ്പോൾ എന്താണ് വേരിയബിൾ കോസ്റ്റ് എങ്ങനെയായിരിക്കും? വേരിയബിൾ കോസ്റ്റ് 0 ആയിരിക്കും വേരിയബിൾ കോസ്റ്റ്. അതായത് അവിടെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ അവിടെ പ്രൊഡക്ഷൻ ഒന്നും ഇല്ല, അത് കാരണം അതെന്തായിരിക്കും? വേരിയബിൾ കോസ്റ്റ് 0 ആയിരിക്കും. അതുപോലെ തന്നെ സെമി വേരിയബിൾ കോസ്റ്റും അത് ബാധിക്കും. പ്രൊഡക്ഷൻ ഇല്ലാത്തതുകൊണ്ട് സെമി വേരിയബിൾ കോസ്റ്റിനെയും അത് ബാധിക്കും. പിന്നെ എന്താണ്? ഫിക്സഡ് കോസ്റ്റ് അവിടെ എന്തായാലും നിലനിൽക്കും. അത് എന്താണ്? ഒരു അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള കോസ്റ്റാണ്. ബിൽഡിങ്ങിൻ്റെ റെൻറ്റ്, ഇൻഷുറൻസ്, പ്രോപ്പർട്ടി ടാക്സസ്, അതെല്ലാം ഈ ഫിക്സഡ് കോസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. അതെന്താണ്? അവിടെ നിലനിൽക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, ഫിക്സഡ് കോസ്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ദ ഡിഫറെൻറ്റ് എലമെൻറ്റ് ഓഫ് കോസ്റ്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഈസ് കോൾഡ്. ആൻസർ ഓപ്ഷൻ സി ആണ്, കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റിൻ്റെ പല എലമെൻസും റെക്കോർഡ് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. അഡീഷണൽ കോസ്റ്റ് ഓർ ഡിഫറൻസ് ഇൻ കോസ്റ്റ് ഡ്യൂ ടു ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഓഫ് പ്രൊഡ്യൂസിങ് 1 യൂണിറ്റ് ഫ്രം നോർമൽ പ്രൊഡക്ഷൻ. അതായത് നോർമൽ പ്രൊഡക്ഷനിൽ നിന്ന്
ഒരു യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അഡീഷണൽ കോസ്റ്റ് അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ കോസ്റ്റ് അതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, മാർജിനൽ കോസ്റ്റ് ആണ്. അതായത് പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഒരു യൂണിറ്റ് കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ഡിഫറൻസസ്, കോസ്റ്റിലുണ്ടാകുന്ന ആ ഒരു മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സാലറി, വേജസ്, ഇൻട്രസ്റ്റ് എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് ഡാഷ്. ആൻസർ ഓപ്ഷൻ എ ആണ്, എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആണ്. അതായത് ആക്ച്വൽ പേയ്മെൻറ്റ് ഓഫ് ക്യാഷ് നടന്നിട്ടുള്ളതിനെയാണ് നമ്മൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. കയ്യിൽ നിന്ന് പണം ചിലവായി പോയിട്ടുണ്ടായിരിക്കും. അതെന്താണ്, സാലറി, വേജസ്, റെൻറ്റ്, ഇവിടെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ അതെന്താണ്, എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആണ്. ആക്ച്വൽ പേയ്മെൻറ്റ് ഓഫ് ക്യാഷ് വരുന്നു. ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പണം നേരിട്ട് ചിലവാവില്ല, പക്ഷേ എന്താണ്, ബിസിനസ്സിൽ ഒരു നഷ്ടത്തിനെ സൂചിപ്പിക്കുന്നതിനെയാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഡിപ്രീസിയേഷൻ, അതെന്താണ്, നമ്മുടെ കയ്യിൽ നിന്ന് പണം ചിലവാകുന്നില്ല, പക്ഷേ ബിസിനസ്സിൽ അതൊരു നഷ്ടമാണ്, അതാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രോഡ്ലി സ്പീക്കിംഗ് എനി എക്സ്പെൻഡിച്ചർ ഓവർ ആൻഡ് എബവ് പ്രൈം കോസ്റ്റ് ഈസ് നോൺ ആസ് ഡാഷ്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഓവർ ഹെഡ് ആണ്. പ്രൈം കോസ്റ്റിന് മുകളിലായിട്ട് വരുന്ന എല്ലാ എക്സ്പെൻഡിച്ചറുകളെയും പൊതുവായി പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്, ഓവർ ഹെഡ്സ് എന്നാണ് പറയുന്നത്. പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ട് ആവശ്യമായിട്ട് വരുന്ന അതിൻ്റെ ടോട്ടൽ കോസ്റ്റാണ്. ഇത് ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്, അതാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഓവർ ഹെഡ് എന്ന് പറയുന്നത് പ്രൊഡക്ഷനുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധമില്ലാത്തതും എന്നാൽ ബിസിനസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ആവശ്യമുള്ള എല്ലാ ചിലവിനെയും നമ്മൾ ഓവർ ഹെഡ്സ് എന്നാണ് പറയുന്നത്. ഫാക്ടറി റെൻറ്റ്, കറണ്ട് ബില്ല്, അതുപോലെയുള്ളതൊക്കെയാണ് ഓവർ ഹെഡ്സ്. ഓവർ ഹെഡ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഇൻഡയറക്റ്റ് ലേബർ പ്ലസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കോൺട്രാക്ട് കോസ്റ്റിംഗ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ വൺ ഓഫ് ദ ഫോളോയിങ് ഇൻഡസ്ട്രി. ഇതിൽ കോൺട്രാക്ട് കോസ്റ്റിംഗ് യൂസ് ചെയ്യാത്തത് ഏത് ഇൻഡസ്ട്രിയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഓട്ടോമൊബൈൽസ് ആണ്. ഈ സിവിൽ കൺസ്ട്രക്ഷൻ, ഷിപ്പ് ബിൽഡിങ്, ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ, ഇതിലെല്ലാം എന്താണ്, കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഓട്ടോമൊബൈലിൽ മാത്രമാണ് അത് ഉപയോഗിക്കാത്തത്. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനിലാണ് എന്ത്, കോൺട്രാക്ട് കോസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ലോങ്ങർ ഡ്യൂറേഷൻ വരുന്ന ജോലിക്ക്, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന്, അതിനെല്ലാം ഉപയോഗിക്കുന്നത് എന്താണ്, കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്താത്തത് ഏതാണ്, ഓട്ടോമൊബൈൽസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സാലറി ആൻഡ് അതർ പേയ്മെൻറ്റ് ടു സ്റ്റാഫ് ഈസ് ഡാഷ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ട്രാൻസാക്ഷൻ കോസ്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഔട്ട്പുട്ട് ബേസ്ഡ് വേജസ് ഈസ് നോൺ അസ്. ആൻസർ ഓപ്ഷൻ സി ആണ്, പീസ് റേറ്റ് വേജസ്. ഔട്ട്പുട്ടിന് അല്ലെങ്കിൽ എന്താണ്, പ്രൊഡക്ഷനെ ബേസ് ചെയ്യുന്ന, പ്രൊഡക്റ്റിനെ ബേസ് ആക്കുന്ന രീതിയിലുള്ള വേജസ്, അതാണെന്ത്, പീസ് റേറ്റ് വേജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്